പ്രിയപ്പെടാൻ മുറിച്ചു നൽകുന്ന ദിവ്യ സ്നേഹകാരുണ്യമേ, അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് ഒഴുകും സ്നേഹപ്രവാഹമേ, ഒഴുകും സ്നേഹപ്രവാഹമേ. നിങ്ങളുടെ ജീവിതം കുർബാനയ്ക്ക് ചുറ്റും നെയ്യപ്പെട്ടിരിക്കണം. നിങ്ങളുടെ കണ്ണ് കർത്താവിലേക്കു തിരിക്കുക. അവിടുന്ന് പ്രകാശമാണ്. വാഴ്ത്തപ്പെട്ട മദർ തെരേസ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ബലിയും ജീവിതവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും യേശുവിൻ്റെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ദൈവം നമുക്ക് തന്ന മിശിഹ സഭയെ ഏൽപ്പിച്ചിട്ട് പോയ ഏറ്റവും വലിയ ദാനമായ വിശുദ്ധ കുർബാനയെ അനുഭവവേദ്യമായി അർപ്പിക്കാൻ, വിശുദ്ധ കുർബാന ഏറ്റവും യോഗ്യതയോടുകൂടെ ആഘോഷിക്കുവാൻ വേണ്ടി ഉള്ള ഒരുക്കമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നടത്തുക. വിശുദ്ധ കുർബാനയെ എത്രമാത്രം അറിയാൻ സാധിക്കുന്നുവോ അത്രയേറെ അനുഭവത്തോടുകൂടെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ സാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കുർബാനയുടെ വിവിധങ്ങളായ അർത്ഥങ്ങളെക്കുറിച്ചും കുർബാനയിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുക. കുർബാനയിലെ അടയാളങ്ങളെക്കുറിച്ചും പ്രതീകങ്ങളെക്കുറിച്ചും അറിവുണ്ടെങ്കിൽ മാത്രമേ അനുഭവവേദ്യമായി ബലിയർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മുൻപത്തെ പല ക്ലാസ്സുകളിലും കാണുകയുണ്ടായി. കുർബാനയുടെ ഏറ്റവും വലിയ അടയാളങ്ങളിലൊന്നാണ് കുർബാനയിലെ പ്രാർത്ഥനകൾ. കുർബാനയിലെ പ്രാർത്ഥനകളുടെ അർത്ഥവും കുർബാനയിലെ ഓരോ കർമ്മങ്ങളുടെയും അർത്ഥവും മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾക്ക് പൂർണ്ണ മനസ്സോടുകൂടെയും പൂർണ്ണ ബോധ്യത്തോടെയും അനുഭവത്തോടുകൂടെയും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടു, കുർബാന തുടങ്ങുമ്പോൾ മുതൽ നമ്മൾക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണ്. കുർബാന തുടങ്ങുന്ന സീറോ മലബാർ കുർബാനയാണ് നമ്മളിപ്പോൾ പഠന വിധേയമാക്കുക. അതുപോലെ തന്നെ ഓരോ റീത്തിലും പെട്ട കുർബാനയെ പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. കുർബാനയിൽ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച്, മിശിഹായുടെ കൽപ്പനയനുസരിച്ചാണ് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടെ അനുരഞ്ജിതമായ മനസ്സോടുകൂടിയാണ് നമ്മൾ കുർബാനയർപ്പിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധൻ എന്ന് ആലപിച്ചുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ നിൽക്കുക. ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ശുശ്രൂഷി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മളതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. പ്രിയമുള്ളവരെ, സീറോ മലബാർ കുർബാനയിൽ ശുശ്രൂഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്, ഒരു ഭാഗമാണ് നിർവഹിക്കാനുള്ളത്. അതുകൊണ്ട് വളരെ ഒരുക്കത്തോടുകൂടെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ് ഇത് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. മാലാഖമാരുടെ സ്ഥാനത്ത് നിൽക്കുന്നവനാണ് ശുശ്രൂഷി എന്ന വ്യക്തി. മധുബഹായും ബലിപീഠവുമൊക്കെ സ്വർഗത്തിൻ്റെ പ്രതീകമാണെങ്കിൽ പുരോഹിതൻ യേശുവിൻ്റെ പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ പുരോഹിതനെ സഹായിക്കാൻ, ദൈവാരാധനയിൽ സഹായിക്കാൻ നിൽക്കുന്ന ശുശ്രൂഷി മാലാഖമാരുടെ സ്ഥാനമാണ് വഹിക്കുന്നത് എന്നുള്ള ബോധ്യം ഇതിന് ഒരുക്കുമ്പോൾ നമ്മൾ കൊടുക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ആ ശുശ്രൂഷയുടെ ധർമ്മം എന്ന് പറയുന്നത് ആരാധനാ സമൂഹത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് സഹായിക്കുക എന്നുള്ളത്. ആരാധനാ സമൂഹത്തിൻ്റെ മനോഭാവങ്ങൾ, ചിന്തകൾ പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ആക്കി കൊടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നവനാണ് ശുശ്രൂഷി. ആ ശുശ്രൂഷിയാണ് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം പറയുന്നു, നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനമാണ് ശുശ്രൂഷി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് 2-ാം അധ്യായം 14-ാമത്തെ തിരുവചനം? കാരണം ക്രിസ്തു നമ്മുടെ സമാധാനമാണ്, അവൻ നമ്മുടെ സമാധാനമാണ്.
ക്രിസ്തുവിനെ സമാധാനമായിട്ട് തിരുവചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ശുശ്രൂഷി നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഓരോ ആരാധനയിലും ഓരോ കുർബാനയിലും വിശ്വാസികൾ മറന്നു പോവാതെ ഓർക്കേണ്ട ഒരു വലിയ സത്യമാണ്, യേശു പഠിപ്പിച്ച ഒരു കാര്യം, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട്. സഭയുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ ക്രിസ്തു സന്നിഹിതനാണെന്നും ക്രിസ്തു കൂടെയുണ്ടെന്നും എന്നുമുള്ള ചിന്തയാണ് ശുശ്രൂഷ നമ്മളെ ഓർമ്മിപ്പിക്കുക. ഈ ചിന്തയോടുകൂടെയാണോ കുർബാനയിൽ ഞാൻ പങ്കെടുക്കുന്നത്? എൻ്റെ വിചാരങ്ങൾ മാറിപ്പോവാതെ പല വിചാരത്തോടുകൂടെ കുർബാനയിൽ പങ്കെടുക്കാതിരിക്കാൻ ശുശ്രൂഷി എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. നമുക്ക് പ്രാർത്ഥിക്കാം, ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഈ ബോധ്യത്തോടുകൂടെ കുർബാനയിൽ പങ്കെടുക്കാനാണ് ശുശ്രൂഷി നമ്മളോട് പറയുന്നത്. ആ വിചാരത്തോടുകൂടെ ശുശ്രൂഷിയുടെ ആ കർമ്മത്തെ നിർവഹിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എല്ലാ ശുശ്രൂഷികൾക്കുമുണ്ട്. ഞാൻ പല എപ്പിസോഡുകളിലും സൂചിപ്പിച്ചതാണ്, കുർബാനയുടെ മഹത്വം എന്താണെന്നറിഞ്ഞാൽ, അതിൻ്റെ വില എന്താണെന്നറിഞ്ഞാൽ എത്ര ഒരുക്കത്തോടുകൂടി ആയിരിക്കും ഒരു പുരോഹിതൻ ബലിപീഠത്തിൽ വന്ന് ബലിയർപ്പിക്കുക. എത്ര ഒരുക്കത്തോടു കൂടിയായിരിക്കും ശുശ്രൂഷികൾ അവരുടെ ദൗത്യം നിർവഹിക്കുക. എത്ര ഒരുക്കത്തോടു കൂടിയായിരിക്കും ആരാധന സമൂഹം കുർബാനയിൽ പങ്കെടുക്കുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ശുശ്രൂഷയുടെ വാക്കുകളെ ശ്രദ്ധ കൊടുക്കാതെ നിൽക്കുന്നവരാവരുത് നമ്മൾ. ക്രിസ്തു നമ്മോടുകൂടെ ഉണ്ട് എന്ന് ശുശ്രൂഷി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ക്രിസ്തു കൂടെയുള്ള രീതിയിൽ, ക്രിസ്തു ഞങ്ങളുടെ ഇടയിൽ സന്നിഹിതനാണ് എന്ന ചിന്തയിൽ ആരാധനയർപ്പിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ ക്രിസ്തു കൂടെയുണ്ട് എന്നുള്ള ചിന്തയിൽ, ദൈവീകമായ ചിന്തയിൽ നിൽക്കുന്ന സമൂഹത്തിനോടാണ് ഇനിയുള്ള പ്രാർത്ഥന വരുന്നത്. 3 പ്രാർത്ഥനകൾ 3 കാലങ്ങളിൽ ചെല്ലാനുള്ളതാണ് ഇനി നമ്മൾ കാണുന്നത്. ഒന്ന്, ഞായറാഴ്ചകളിൽ ചെല്ലുന്ന പ്രാർത്ഥനകൾ, സാധാരണ തിരുനാളുകൾ. നമുക്കറിയാം, ആരാധനക്രമത്തിൽ ഞായറാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെ ഓർമ്മിപ്പിക്കുന്ന ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച. അതുകൊണ്ടാണ് ആദിമ ക്രൈസ്തവർ അവൻ്റെ ഉത്ഥാനത്തെ പ്രകീർത്തിക്കാൻ ഞായറാഴ്ചയെ തിരഞ്ഞെടുത്തത്. നമ്മുടെ കർത്താവിൻ്റെ തിരുനാളിലും മറ്റു പ്രധാനപ്പെട്ട തിരുനാളിലും ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, സാധാരണ ദിവസങ്ങളിൽ ചെല്ലുന്ന പ്രാർത്ഥനയുണ്ട്. ഈ 3 പ്രാർത്ഥനകളുടെയും അർത്ഥം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഞായറാഴ്ചകളിലാണെങ്കിൽ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ എന്നാണ് പുരോഹിതൻ ചെല്ലുക. പ്രാർത്ഥന ഒന്നുകൂടെ ശ്രദ്ധിച്ച്, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണം. പ്രിയമുള്ളവരെ, ഓരോ കുർബാനയുടെയും ലക്ഷ്യം എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കി. ഈ പ്രാർത്ഥന നമ്മളോട് പറഞ്ഞു തരുന്നത് മനുഷ്യവംശത്തിൻ്റെ നവീകരണവും രക്ഷയുമാണ്. ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലി മനുഷ്യവർഗം മുഴുവൻ്റെയും നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ളതായിരുന്നു. ആ അതേ ബലിയിലാണ് ഞാനിപ്പോൾ പങ്കെടുക്കുക. അതേ ബലിയിലാണ്. അപ്പോൾ രക്ഷയ്ക്കായിട്ട് ഞാൻ ഓടിയെടുക്കേണ്ടത് എവിടേക്കാണ് പ്രിയമുള്ളവരെ? രക്ഷയ്ക്കായിട്ട് ഞാൻ ഓടിയെടുക്കേണ്ടത് കർത്താവിൻ്റെ ബലിവേദിയിലേക്കാണെന്ന് എന്നെ ഈ പ്രാർത്ഥന ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കും നവീകരണത്തിനും വേണ്ടി ഓടിച്ചെല്ലേണ്ട സ്ഥലമാണ് എൻ്റെ ഇടവക ദേവാലയത്തിലെ അൾത്താര എന്നുള്ള വലിയ സത്യം ഈ പ്രാർത്ഥന നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളാണ് ഇവിടെ പരികർമ്മം ചെയ്യപ്പെടുക. പ്രിയമുള്ളവരെ, നമ്മൾ അർപ്പിക്കുന്ന ഓരോ കുർബാനയും എൻ്റെ വ്യക്തിപരമായ ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനത്തെ ഒരു ഭാവം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. എനിക്കെന്തെങ്കിലും കാര്യം നടത്താൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ പള്ളിയിൽ പോയി കുർബാന കാണുന്നു, എൻ്റെ പരീക്ഷ എടുക്കുന്നു, എന്നാൽ ഞാനൊന്ന് കുർബാന കാണാനായിട്ട് പോകുന്നു. പ്രിയമുള്ളവർ, യേശു അർപ്പിച്ച ബലിയർപ്പിക്കാനാണ് ഞാൻ പോകുന്നത് എന്നുള്ള ചിന്ത എല്ലാ വിശ്വാസിക്കും കുർബാനയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. യേശു എന്തിനു വേണ്ടിയാണ് ബലിയർപ്പിച്ചത്? മനുഷ്യവംശം മുഴുവൻ്റെയും നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ
എൻ്റെ ബലിയർപ്പണം ഈ മാനവകുലത്തിന് മുഴുവനും രക്ഷ കിട്ടുന്നതിന് വേണ്ടിയാകുന്നു. എല്ലാവരും എൻ്റെ പ്രാർത്ഥനയിൽ വരുന്നു. ഈ ആഗ്രഹവും ഈ പ്രാർത്ഥനയും എൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. അത് ചെല്ലുന്ന പുരോഹിതൻ മനുഷ്യകുലത്തെ മുഴുവൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ഇന്നത്തെ എല്ലാ സംഭവങ്ങളെയും മനസ്സിലോർത്തുകൊണ്ട്, എല്ലാ വേദനകളെയും മനസ്സിലെടുത്തുകൊണ്ട് ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയായി മാറുകയാണ്. അതിൻ്റെ അർത്ഥം അറിഞ്ഞു കഴിയുമ്പം, കർത്താവേ, മനുഷ്യകുലത്തിൻ്റെ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങൾ, ഏത് ദിവ്യരഹസ്യമാണ്? പ്രിയപുത്രൻ അർപ്പിച്ച അതേ ദിവ്യരഹസ്യങ്ങൾ അർപ്പിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്ക് തരണം. ദൈവത്തിൻ്റെ ബലിയർപ്പിക്കാൻ ഞങ്ങൾ അയോഗ്യരാണ് എന്നുള്ള ബോധ്യം, ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്നുള്ള ബോധ്യം സീറോ മലബാർ കുർബാനയിലെ പല പ്രാർത്ഥനകളിലൂടെയും വെളിവാക്കപ്പെടുന്ന ഒരു സത്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ അയോഗ്യനാണ് എന്നുള്ള ചിന്ത എന്നെ ഒത്തിരിയേറെ എളിമപ്പെടുത്തും. പാപമോചനം വാങ്ങേണ്ടവനാണ് ഞാൻ എന്നുള്ള ബോധ്യം എന്നിൽ ജനിപ്പിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും പള്ളിയിൽ അച്ഛന്മാർ പറയാറുണ്ട്, പ്രാർത്ഥനകൾ ശ്രദ്ധിക്കണം. പ്രാർത്ഥനകൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടായില്ല, പ്രാർത്ഥനകളുടെ അർത്ഥം മനസ്സിലായെങ്കിൽ മാത്രമേ നമ്മൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് കുർബാനയിൽ വരുമ്പം മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള ക്രിസ്തു അർപ്പിച്ച അതേ ബലിയർപ്പിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള ഭാവം മനസ്സിൽ സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവപുത്രൻ അർപ്പിച്ച അതേ ബലി ഇന്ന് ഞാൻ അർപ്പിക്കുമ്പോൾ, ആ ബലിയോട് ചേരുമ്പോൾ ഈ കുർബാന നമ്മൾക്ക് രക്ഷ പ്രദാനം ചെയ്യുന്നതാകുന്നു. നമ്മളുടെ ബലിയർപ്പണം പ്രിയമുള്ളവരെ ലോകത്തിൻ്റെ മാനസാന്തരത്തിന് കാരണമാകുന്നു, മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമാകുന്നു. അങ്ങനെയാണെങ്കിൽ എത്രയോ താല്പര്യത്തോടുകൂടെ നമ്മൾ ബലിയർപ്പിക്കാനായിട്ട് വന്നേനെ. ഈ ചിന്തയാണ് ഒന്നാമത്തെ പ്രാർത്ഥന നമ്മൾക്ക് തരേണ്ടത്. ഈ ചിന്ത ഒന്നാമത്തെ പ്രാർത്ഥന നമ്മൾക്ക് തരുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ വേണം പുരോഹിതൻ ചെല്ലുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചത്, വാക്കുകൾക്കൊപ്പം മനസ്സ് യാത്ര ചെയ്യണം. വാക്കുകൾക്കൊപ്പം മനസ്സ് യാത്ര ചെയ്യണം. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ബലിയർപ്പണമെന്നുള്ള ഈ പ്രാർത്ഥന എൻ്റെ മനസ്സിനെ അതേക്കുറിച്ച് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഓരോ കുർബാനയിലും പുരോഹിതൻ ചെല്ലുന്ന പ്രാർത്ഥനകൾക്കൊപ്പം ചേരാൻ ഈ പ്രാർത്ഥനകളുടെ അർത്ഥമൊന്ന് പഠിച്ചാൽ മതി, അർത്ഥമൊന്ന് മനസ്സിലാക്കിയാൽ മതി. വീണ്ടും കർത്താവിൻ്റെ തിരുനാളുകളിൽ, പ്രധാന തിരുനാളുകളിൽ നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനയുണ്ട്, പുരോഹിതൻ ചെല്ലുന്ന പ്രാർത്ഥന. 4 യാചനകളാണ് പുരോഹിതൻ അപ്പോൾ നടത്തുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെപ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥന ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കി പ്രിയമുള്ള സഹോദരങ്ങളെ. അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. പ്രിയമുള്ളവരെ, ഓരോ കുർബാനയിലും നമ്മൾ വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വാസം ഏറ്റുപറയുന്നവരാകണം. വിശ്വാസം ഏറ്റുപറയുന്നവരാകണം. തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ ശക്തരാക്കണം. ഓരോ കുർബാന അർപ്പണത്തിലും ഞാൻ വന്നിരിക്കുക എൻ്റെ വിശ്വാസം പ്രഘോഷിക്കാനും കൂടെയാണ്. ഏറ്റുപറയേണ്ടതാണ് വിശ്വാസമെന്ന് എന്നെ പഠിപ്പിക്കുന്നു ഈ പ്രാർത്ഥന. ഞാൻ എൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഞായറാഴ്ച കുർബാനയ്ക്ക് വരുമ്പം യഥാർത്ഥത്തിൽ ക്രിസ്തുവിലുള്ള എൻ്റെ വിശ്വാസം, കുർബാനയിലുള്ള എൻ്റെ വിശ്വാസം, സഭയിലുള്ള എൻ്റെ വിശ്വാസം, കൂദാശകളിലുള്ള എൻ്റെ വിശ്വാസം ഞാൻ ഏറ്റുപറയുന്നതിന് തുല്യമാണ്. വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണത്. അങ്ങനെ അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണം. അതാണ് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ യാചന. ഇനി എന്താണ്? ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ.
പ്രിയമുള്ളവരെ, കുർബാന എൻ്റെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുന്നത്, എൻ്റെ പാപത്തിന് പരിഹാരമാണത്. എത്രയോ വലിയ അനുഗ്രഹം ലഭിച്ചവരാണ് പ്രിയമുള്ളവരെ ക്രൈസ്തവർ. എൻ്റെ പാപത്തിന് പരിഹാര ബലിയർപ്പിക്കാൻ എനിക്ക് യോഗ്യത കിട്ടിയിരിക്കുന്നു. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ എങ്ങനെയാണ് പരികർമ്മം ചെയ്യേണ്ടത്? വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യണം. അതിനെന്നെ യോഗ്യനാക്കണം. പ്രാർത്ഥനയിൽ ഉള്ള വലിയ അനുഭവം ഒന്ന് ഓർത്ത് നോക്കിയേ. ആത്മീയ രഹസ്യങ്ങൾ, ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. രണ്ടാമത്തെ യാചന ഏതാണ്? മൂന്നാമത്തെ യാചന എന്താ? പുരോഹിത ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ തരണം. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യണം. എങ്ങനെ? നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യണം. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിലെ 9-ാമത്തെ തിരുവചനമാണ് ഇവിടെ അനുസ്മരിക്കുക. നിങ്ങൾ പുരോഹിത ഗണമാണ്. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 9-ാമത്തെ തിരുവചനം, നിങ്ങൾ പുരോഹിത ഗണമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മം പുരോഹിത ശുശ്രൂഷയാണ്. ഈ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത് എങ്ങനെയാണ്? നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടിയാണ് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിന് ഞങ്ങളെ യോഗ്യരാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവരങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. ദൈവം തന്ന രക്ഷയെ സ്തുതിക്കാനുള്ള കൃപ ചോദിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രയോ അർത്ഥവത്തായൊരു പ്രാർത്ഥനയാണ് എന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ 4 യാചനകളാണ് പുരോഹിതൻ പ്രധാന തിരുനാളിൽ ദൈവത്തിൻ്റെ മുമ്പിൽ വയ്ക്കുക. ദൈവജനത്തിന് വേണ്ടിയിട്ട് അങ്ങയുടെ വിശ്വാസം ഏറ്റുപറയുന്നവരെ ശക്തരാക്കണം. വിശുദ്ധിയോടെ ഈ പരിഹാര രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യാനുള്ള കൃപ തരണം. പുരോഹിത ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ തരണം. അങ്ങയെ സ്തുതിക്കാനുള്ള അനുഗ്രഹം തരണം. അങ്ങയെ സ്തുതിക്കാനുള്ള അനുഗ്രഹം തരണം. ഇത് മനസ്സിൽ സൂക്ഷിക്കുന്ന ദൈവജനത്തിന് മാത്രമേ പുരോഹിതൻ്റെ പ്രാർത്ഥനയിൽ പല വിചാരം കൂടാതെ പങ്കെടുക്കാനും ആമേൻ എന്ന് പ്രത്യുത്തരിക്കാനും പറ്റുകയുള്ളൂ. പുരോഹിതൻ ചെല്ലുന്നത് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. എനിക്ക് വേണ്ടിയിട്ട് അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാനത് എൻ്റേതാക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഞാൻ പറയുന്ന ആമേൻ എന്നുള്ള പ്രത്യുത്തരം. വീണ്ടും സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ പുരോഹിതൻ ചെല്ലുന്ന പ്രാർത്ഥന ശ്രദ്ധേയമ: ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിൻ്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. വെളിപാട് പുസ്തകത്തിലെ ദർശനത്തെയാണ് ഇവിടെ നമ്മളെ സഭ ഓർമ്മിപ്പിക്കുക. വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സ്വർഗീയ ഗണങ്ങൾ പറയുന്നതാണ്: നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും ആരാധനയും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സ്വർഗീയ ഗണങ്ങളോട് ചേർന്നിട്ടാണ് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിൻ്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ എന്ന് സഭ പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, ഈ പ്രാർത്ഥനകളുടെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് ഹൃദയത്തിൽ അനുഭവമുണ്ടാവുക. വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ ചൊല്ലിക്കേട്ടു പോവേണ്ടവല്ല, അനുഭവിച്ച് തീർക്കേണ്ടതാണ്. പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥനകൾ എനിക്ക് അനുഭവമായി മാറണം. അനുഭവമായി മാറണമെങ്കിൽ എന്തു ചെയ്യണം? ഞാൻ ആ പ്രാർത്ഥനകളോട് എൻ്റെ മനസ്സിനെ ചേർക്കണം. അതുകൊണ്ടാണ് അച്ഛന്മാരൊക്കെ പള്ളിയിൽ പറയുന്നത്, നിങ്ങൾ കുർബാന പുസ്തകം എടുത്തേ. കുർബാന പുസ്തകം എടുക്കുന്ന എന്തിനാ? ഈ പ്രാർത്ഥനകളെ എനിക്കൊന്ന് ഹൃദയസ്ഥമാക്കാൻ, ഈ പ്രാർത്ഥനകളുടെ അർത്ഥം എനിക്കൊന്ന് മനസ്സിലാക്കാൻ. അച്ഛൻ ഈ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ ഞാൻ ആ കുർബാന പുസ്തകത്തിൽ നോക്കി ഈ പ്രാർത്ഥനയോടൊപ്പം എൻ്റെ മനസ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, പല വിചാരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വലിയ രഹസ്യങ്ങളാണല്ലോ തമ്പുരാനെ ഞാൻ അനുഷ്ഠിക്കുന്നത് എന്ന് ഓർമ്മ എന്നിലേക്ക് കൊണ്ടുവരാൻ പ്രിയമുള്ളവരെ ഈ കുർബാന പുസ്തകം ഉപയോഗിക്കുന്നത് എന്നെ സഹായിക്കും. നമ്മൾക്കൊക്കെയുള്ള വിഷമമാണ്, പല വിചാരം വരുന്നു.
എപ്പോഴാണ് പല വിചാരം വരുന്നത്? വൈദികൻ ചെല്ലുന്ന പ്രാർത്ഥനയോട് എൻ്റെ മനസ്സിനെ ചേർക്കാൻ പറ്റാത്തപ്പോൾ, അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകാത്തപ്പോൾ. അതുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെ നമ്മൾക്കായിരിക്കാം. ഓരോ കുർബാനയിലും പുരോഹിതൻ ചെല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി അനുഭവിക്കാനായിട്ട് പരിശ്രമിക്കാം. പരിഹാര രഹസ്യങ്ങളാണ് എന്ന് പറയുമ്പോൾ എനിക്ക് പാപമോചനം ആവശ്യമാണ് എന്ന ബോധ്യത്തോടുകൂടെ കൃതജ്ഞതാബലി, പാപപരിഹാര ബലി അർപ്പിക്കാനുള്ള മനോഭാവം എന്നിലേക്ക് വരും. എത്രയോ ഭക്തിയോടുകൂടെ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് അറിയാമോ? ഓരോ പ്രാർത്ഥനയുടെയും അർത്ഥം മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തിയ വലിയ നിമിഷങ്ങളെ ഓർ തമ്പുരാനോട് മാപ്പ് ചോദിക്കാം. എത്രയോ കുർബാനകളിൽ ഈ അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. എത്രയോ കുർബാനകളിൽ ഈ അർത്ഥം മനസ്സിലാക്കാതെ പങ്കെടുത്തിട്ടുണ്ട്. ഇനിയുള്ള കുർബാനകളിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥനയ്ക്കൊപ്പം എൻ്റെ മനസ്സിനെയും ദൈവത്തെങ്കിലേക്ക് ഉയർത്താൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. എനിക്കു നൽകപ്പെട്ട വരദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ദിവ്യബലി അർപ്പണമാണ്. ദൈവം തൻ്റെ സ്നേഹാതിരേകത്താലാണ് ഈ രഹസ്യം സ്ഥാപിച്ചത്. അതുകൂടാതെ ഈ ലോകത്തിൽ രക്ഷയുണ്ടാകുമായിരുന്നില്ല. വിശുദ്ധ ഉഡോൺ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.